അധ്യായം 13. താമര കയർ താഴ്വരയിൽ സൂര്യന്റെ വരവ് കാത്തിരിക്കുകയാണ്. അവളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുറപ്പില്ലാത്തതുകൊണ്ട് ലിയോ ചീനുവിനൊപ്പം മണിക്കൂറോളം താമരയെ നിരീക്ഷിച്ചു. നേരം സന്ധ്യയായി തുടങ്ങി. ഇനിയും സൂര്യനെ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ താമര അവൻ പറ്റിച്ചെന്നോർത്ത ദേഷ്യത്തിലും നിരാശയിലും അവിടെ നിന്നും പോകാനായി എഴുന്നേറ്റു. അതേസമയം ലിയോയുടെ തോളിൽ കിടന്നുറങ്ങിപ്പോയ ചീനു ഉറക്കം എഴുന്നേറ്റ് കോട്ടുവായ ഇട്ടുകൊണ്ട് ലിയോ നോക്കുന്നിടത്തേക്ക് നോക്കി. നീ ഇപ്പോഴും അവളെ നോക്കിയിരിക്കുകയാണോ? അവളുടെ പിന്നാലെ ആരുമില്ലെന്ന് നിനക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ? എത്ര നേരമായി അവൾ അവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോതാ അവൾ പോകാനായി എഴുന്നേറ്റു. നീ ഇനിയും എന്തു നോക്കി നിൽക്കുകയാണ്? അവളോട് പോയി സംസാരിക്കില്ലയോ? ചീനു ലിയോയെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. ചീനുവിന്റെ ശകാരം സഹിക്കാൻ വയ്യാതെ അവൻ താമരയ്ക്കടുത്തേക്ക് പോകാനായി ഒരുങ്ങി. സ്വർണ്ണ കവചം വരട്ടെ, ലിയോ പറഞ്ഞു. അടുത്ത നിമിഷം അവന്റെ ശരീരം സ്വർണ്ണ കവചത്തിനുള്ളിലായി. ഈ സൂര്യൻ എന്നെ നന്നായി പറ്റിച്ചെന്നാണ് തോന്നുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അവനെ കാത്തു നിന്നു. ഇനി നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് പോകാം, താമര ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകാനായി തിരിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവളെ തേടി ഒരു പതിഞ്ഞ ശബ്ദമെത്തി. രാവിലെ കിട്ടിയ മാംസം നല്ലതായിരുന്നോ? ലിയോ ശബ്ദം മാറ്റി ചോദിച്ചു. താമരയ്ക്ക് സന്തോഷം തോന്നിയെങ്കിലും അത് മറച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ സ്വർണ്ണ കവചത്തിൽ സൂര്യൻ നിൽക്കുന്നത് കണ്ടു. അതൊരു പ്രത്യേക രീതിയിൽ പരിണാമ വളർച്ചയെത്തിയ കാട്ടുപൂച്ചയുടെ മാംസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ നല്ല രുചിയും ഉണ്ടാകും. സൂര്യൻ പറഞ്ഞത് കേട്ടെങ്കിലും താമര അത്രയും നേരം അവളെ കാത്തു നിർത്തിയതിന്റെ ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാൻ രാവിലെ മുതൽ നിന്നെ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ നേരം എത്രയായിന്ന് കണ്ടില്ലേ? നീ എന്റെ ക്ഷമ പരീക്ഷിച്ചു, അവൾ പറഞ്ഞു. ഞാൻ രാവിലെ മുതലേ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു, സൂര്യൻ ശാന്തനായി പറഞ്ഞു. എന്ത്? നീ രാവിലെ മുതൽ ഇവിടെ ഉണ്ടെന്നോ? എന്നെ നിരീക്ഷിക്കുകയായിരുന്നെന്നോ? അതിനർത്ഥം നീ എന്നെ വിശ്വസിക്കുന്നില്ലെന്നല്ലേ? ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ കരുതിയല്ലേ? അവൾ വിഷമത്തോടെ അവനോട് തിരക്കി. ഞാൻ പറഞ്ഞത് തെറ്റായി എടുക്കരുത് താമരെ. ഈ ലോകത്തിൽ ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല. ഒറ്റയ്ക്ക് ജോലികൾ ചെയ്ത് തീർക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ വേട്ടകൾ നടത്തുന്നതും ഒറ്റയ്ക്കാണ്. നീ ഇവിടെ വന്നത് ഒറ്റയ്ക്കാണെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയായിരുന്നു ഞാൻ നിന്നെ നിരീക്ഷിച്ചത്, ലിയോ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലിരുന്ന ചുവന്ന വാഴയിലയിൽ പൊതിഞ്ഞ മാംസം അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. താമര അത് കയ്യിൽ പിടിച്ചു. അവൾ ആ പൊതിക്കെട്ടിനുള്ളിലേക്ക് നോക്കി. അതിലവൾ ഏതാനും മാംസകഷ്ണങ്ങൾ കണ്ടു. പരിണമിച്ച കാട്ടുപൂച്ച. അത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു മൃഗമാണ്. അതിനെ നീ എവിടെ നിന്നുമാണ് കണ്ടെത്തിയത്? എങ്ങനെയാണ് വേട്ടയാടിയത്? താമര ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. അതൊന്നും നീ അറിയണ്ട. ഇതിന്റെ വില വെറും 1000 സെൽ പോയിന്റ്സ് ആണ്. അതിന് സമ്മതമാണെങ്കിൽ നീ എടുത്തുകൊള്ളൂ. വിലപേശി നഷ്ടപ്പെടുത്താൻ എന്റെ കയ്യിൽ സമയമില്ല, ലിയോ പറഞ്ഞു. ഇതിലൊരു കാട്ടുപൂച്ചയുടെ മാംസം മുഴുവനുമുണ്ട്. ഇതിന്റെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞ 1000 സെൽ പോയിന്റ്സ് വളരെ കുറവാണ്. കൂടുതൽ വിലപേശുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ കയ്യിലെ ബ്രേസ്ലെറ്റിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. എന്നിട്ട് 1000 സെൽ പോയിന്റ്സ് ലിയോയ്ക്ക് നൽകി. താമര ഈ മാംസങ്ങളെല്ലാം അവൾക്ക് വേണ്ടി വാങ്ങുന്നതല്ലെന്ന് ലിയോയ്ക്ക് നന്നായി അറിയാം. അത് മനസ്സിലാക്കിയാണ് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രം അവൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ വെട്ടുക്കിളികളുടെ മാംസം അവൾ റൈഡനിലുള്ള ദുർബലർക്ക് ജീവൻ നിലനിർത്താനായി ദാനം ചെയ്തത് ലിയോ കണ്ടിരുന്നു. താമരയുടെ ഇത്തരത്തിലുള്ള നിസ്വാർത്ഥമായ സഹജീവി സ്നേഹം കണ്ട ലിയോയ്ക്ക് അവളോട് ഒരുപാട് ബഹുമാനം തോന്നി. സൂര്യ, എന്റെ ലീഡർ വിപാശയ്ക്ക് നീയുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട്. ആ രാക്ഷസ മൃഗത്തിൽ നിന്നും നിനക്ക് ലഭിച്ച സ്വർണ്ണമഴവും ആത്മശക്തിയും വിപാശയ്ക്ക് നൽകിയാൽ അതിന് പകരമായി അത്രത്തോളം മൂല്യമുള്ളൊരു പ്രതിഫലം ലീഡർ നിനക്ക് നൽകും, താമര പറഞ്ഞു. പ്രതിഫലമോ എന്ന് ചോദിച്ചുകൊണ്ട് ലിയോ അല്പസമയം ആലോചിച്ചു. ശരി, അതിന്റെ വില ഞാൻ നിശ്ചയിക്കും. നിനക്ക് സമ്മതമാണോ? താമരയോട് അവൻ ചോദിച്ചു. ഇതിലെന്തെങ്കിലും തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കില്ല. ഈ കാര്യത്തിൽ ഞാനൊരു ദൂതൻ മാത്രമാണ്, താമര പറഞ്ഞു. ഓ, അങ്ങനെയാണെങ്കിൽ നീ പോയി വിപാശയോട് പറയൂ. എനിക്ക് ഈ കരാറിന് സമ്മതമാണെന്നും അവളെ നേരിൽ കാണാനായി ഉടൻ ഞാൻ വരുന്നുണ്ടെന്നും. അവിടെ വരുമ്പോൾ പകരമായി വേണ്ടത് എന്താണെന്ന് ഞാൻ വിപാശയോട് പറയാം, ലിയോ പറഞ്ഞു. എന്നാൽ ശരി സൂര്യ, ഞാൻ പോകുന്നു. നമുക്കിനിയും കാണണം. സൂര്യൻ കരാറിന് സമ്മതിച്ചത് താമരയെ അത്ഭുതപ്പെടുത്തി. എങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ലിയോ, നീ ഇത്ര മണ്ടനാണോ? ഒരാൾക്ക് രാക്ഷസ മൃഗത്തിൽ നിന്നും ആയുധവും രൂപമാറ്റ ശക്തിയും ലഭിക്കുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. എന്നിട്ടാണോ നീ അതിന്റെ വിലയെപ്പറ്റി സംസാരിക്കുന്നത്? അല്ല, നീ ഇതിനൊക്കെ പകരമായി വിപാശയോട് എന്താണ് ചോദിക്കാൻ പോകുന്നത്? ചീനു ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ശകാരിച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ കയ്യിലുള്ള ശക്തിയേക്കാൾ മികച്ചതെന്താണോ അവളുടെ കയ്യിലുള്ളത് അത് ഞാൻ ചോദിക്കും.
ലിയോ ഒരു ചിരിയോടെ പറഞ്ഞു. അതേത് ശക്തി? എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറ ലിയോ. ചീനു ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. അത് ഞാൻ വിപാശയെ കാണുമ്പോൾ നേരിട്ട് ചോദിച്ചോളാം. ചീനുവിനോട് അതും പറഞ്ഞുകൊണ്ട് ലിയോ അവിടെ നിന്ന് നടന്നു. മറ്റൊരു ഭാഗത്ത് വിപാശ വലിയൊരു കാണ്ടാമൃഗത്തിന്റെ പുറത്തേറി നോറി ഗുഹയിലെത്തി. വിഷമുള്ള ജീവികൾ ആധിപത്യം പുലർത്തുന്ന വലിയ ഇരുണ്ട ഗുഹയിൽ വേട്ടയാടാനായി അവൾ തനിച്ചാണ് വന്നത്. അവളുടെ സവാരി മൃഗത്തെ ഗുഹയ്ക്ക് പുറത്ത് കെട്ടിയിട്ട് അവൾ ആ ഗുഹയിലേക്ക് കടന്നു. അതിനുള്ളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ എന്നതുപോലെ അവളുടെ സവാരി മൃഗം ഉച്ചത്തിൽ മുരണ്ടു. അത് കേട്ട വിപാശ തിരിഞ്ഞ് അതിനോട് നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാട്ടിയിട്ട് ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലേക്ക് പ്രവേശിച്ച വിപാശയെ ഇരുട്ട് പൊതിഞ്ഞു. വിചിത്രമായ പല ശബ്ദങ്ങളും അവിടെ മുഴങ്ങിക്കേട്ടു. ഈ ശബ്ദങ്ങൾ ഗുഹയ്ക്കുള്ളിൽ തട്ടി ഭീകരമായി പ്രതിധ്വനിച്ചു. ഉള്ളിലുള്ള ഭയത്തെ മറച്ച് കയ്യിലിരുന്ന കത്തി മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അവ്യക്തമായ ഇരുട്ടിലൂടെ നടന്നു. ലക്ഷ്യമറിയാതെ പരിവരുത്ത പാറക്കല്ലുകൾ നിറഞ്ഞ ഗുഹയിലൂടെയുള്ള യാത്രക്കിടയിൽ അവൾ പെട്ടെന്നെന്തിലോ ചവിട്ടി. ശബ്ദം കേട്ട അവൾ അതെന്താണെന്നറിയാൻ കുനിഞ്ഞ് നിലത്തേക്ക് നോക്കി. അവിടെ ഒരു തോളെല്ലിന്റെ വലിപ്പമുള്ള തടിച്ച ഒരു വിഷജന്തു കിടന്നിരുന്നു. അതിന്റെ വാലിലാണ് അവൾ ചവിട്ടിയത്. വിപാശ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ തടിച്ച ജീവി അവളുടെ കാലിൽ കുത്തി. അപ്രതീക്ഷിതമായി കിട്ടിയ കുത്തിൽ അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. അതിൽ നിന്നും രക്ഷപ്പെടാനായി അവൾ അടുത്തുള്ള ചെറിയൊരു പാറയിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ചെറിയ ജീവി അവളുടെ കൈയിലേക്ക് വിഷം കുത്തിയിറക്കി. വിഷം നേരിട്ട് ശരീരത്തിലേക്ക് എത്തിയതും അവളുടെ ഒരു കാലും കൈയും തളർന്നു. നിവർന്നു നിൽക്കാനാകാതെ അവൾ താഴേക്ക് വീണു. അവളെ കുത്താനായി 4 ഭാഗത്ത് നിന്നും ഇഴഞ്ഞു വരുന്ന പല തരത്തിലുള്ള വിഷജന്തുക്കളെ കണ്ട് അവൾ സ്തംഭിച്ചിരുന്നു. മരണം മുന്നിൽ കണ്ട വിപാശ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നനങ്ങാൻ പോലും ആകാതെ ആ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടു. താമര അവളുടെ 6 കാലുള്ള കുതിരയിൽ കയറി റൈഡൻ നഗരത്തിൽ തിരിച്ചെത്തി. അവൾ നേരെ പോയത് വിപാശയെ കാണാൻ വേണ്ടിയാണ്. സൂര്യനെ വീണ്ടും കണ്ടുമുട്ടിയെന്ന വിശേഷവും ഒപ്പം അവന് വിപാശയുമായി കരാറിൽ ഏർപ്പെടാൻ സമ്മതമാണെന്ന കാര്യവും അവളോട് പറയാനായാണ് താമര വിപാശയെ അന്വേഷിച്ചത്. എന്നാൽ നഗരത്തിൽ ഒരിടത്തും അവൾ വിപാശയെ കണ്ടില്ല. ലീഡർ എവിടേക്കാണ് പോയത്? അവൾ സമയം കളയാതെ തന്റെ സൈന്യത്തിലുള്ളവരോട് അന്വേഷിച്ചു. ഞങ്ങൾക്കറിയില്ല എവിടേക്കാണ് പോയതെന്ന്. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എപ്പോഴത്തെയും പോലെ ലീഡർ വേട്ടയ്ക്ക് പോയതായിരിക്കും, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. നിനക്കെന്താ ഒരു പരിഭ്രമം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലീഡറിനോട് പറയാനുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? എന്താ അത്? മുന്നിൽ നിന്നയാൾ താമരയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പരിശീലനം തുടർന്നോളൂ, അവരോട് പറഞ്ഞിട്ട് താമര അവിടെ നിന്നും വേഗം പോയി. വിപാശ എവിടെ പോയി എന്ന ഉത്തരമറിയാത്ത ചോദ്യവുമായി താമര റൈഡൻ നഗരമധ്യത്തിൽ നിന്നോ. ലിയോ കാട്ടിലൂടെ സ്വതന്ത്രമായി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ദൂരെ നിന്നൊരു മൃഗത്തിന്റെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം കേട്ടത്. അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നാൽ പിന്നീട് ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാനായി അവൻ ശ്രദ്ധയോടെ നിന്നു. ദിശ മനസ്സിലായപ്പോൾ അവൻ അവിടേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ശബ്ദം അടുത്ത് കേൾക്കാനായി. അവൻ വലിയൊരു മരത്തിന്റെ പുറകിൽ ഒളിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് എത്തി നോക്കി. അവിടെ പരിണാമം സംഭവിച്ച ഒരു കാണ്ടാമൃഗം ഒറ്റയ്ക്ക് നിന്ന് നിലവിളിക്കുന്നത് കണ്ടു. ചീനു, ആ കാണ്ടാമൃഗം എത്ര വലുതാണെന്ന് നോക്കിയേ. ലിയോ ചീനുവിനെ വിളിച്ച് അവിടേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവിടേക്ക് നോക്കിയ ചീനു ആ കാണ്ടാമൃഗത്തിന്റെ മുകളിലായി സവാരിക്ക് ഉപയോഗിക്കുന്ന ചില അലങ്കാരങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടു. ലിയോ, അത് സവാരിക്ക് ഉപയോഗിക്കുന്ന മൃഗമാണ്. നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ചീനു പറഞ്ഞത് കേട്ടപ്പോഴാണ് ലിയോയും അത് ശ്രദ്ധിച്ചത്. അവർ രണ്ടാളും അവിടേക്ക് ചെന്ന് ആ ഭാഗത്ത് എവിടെയെങ്കിലും ആ മൃഗത്തിന്റെ ഉടമസ്ഥൻ ഉണ്ടോ എന്നറിയാനായി നോക്കി. എന്നാൽ അപ്പോഴാണ് അവർ നിൽക്കുന്നതിന് കുറച്ചു മാറി ഒരു ഗുഹയുള്ളത് ലിയോ കണ്ടത്. ചീനു, അവിടെ നോക്ക്, അതൊരു ഗുഹയല്ലേ? ലിയോ അത് ചീനുവിനെ വിളിച്ചു കാണിച്ചു. അയ്യോ ലിയോ, അതാണ് നോറി ഗുഹ. ഭയങ്കരമായ വിഷജന്തുക്കളുടെ കൂടാരമാണ് ആ ഗുഹ. അതിൽ പോയവരാരും ജീവനോടെ തിരികെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ മൃഗത്തിന്റെ ഉടമ ഉറപ്പായും ആ ഗുഹയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന്. ചീനു ഗുഹയെക്കുറിച്ച് ലിയോയോട് പറഞ്ഞു. അതിന് സാധ്യതയില്ല. അങ്ങനെയുള്ള ഗുഹയിലേക്കൊക്കെ ഏതെങ്കിലും മണ്ടൻ ഒറ്റയ്ക്ക് പോകുമോ? ലിയോ പറഞ്ഞു. പെട്ടെന്ന് ആ മൃഗം ഉച്ചത്തിൽ അലറി. ലിയോ, ആ മൃഗം സഹായത്തിനായി നിലവിളിക്കുകയാണ്. അതിന്റെ ഉടമ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയില്ല. നീ വളരെ ധൈര്യശാലിയല്ലേ? ആ ഗുഹയ്ക്ക് അകത്തേക്കൊന്ന് പോയി നോക്ക്. അവൻ ജീവനോടുണ്ടെങ്കിൽ രക്ഷിക്കാമല്ലോ. ചീനു പറഞ്ഞു. ലിയോ ഒന്ന് ആലോചിച്ചു. ആ ഗുഹയിൽ ഒരുപാട് വിഷജന്തുക്കൾ ഉണ്ടെന്ന് കേട്ട് അവൻ ഭയന്നിരുന്നു.
എനിക്കവിടെ പോകാനൊക്കെ കഴിയും, പക്ഷേ ഇന്ന് എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. ലിയോ ഗുഹയിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന രീതിയിൽ പറഞ്ഞു. നീ ഒരു മനുഷ്യനാണോ? ആ വളർത്തു മൃഗത്തിന്റെ നിലവിളി നീ കേൾക്കുന്നില്ലേ? നിന്നെ പോലെ മനസാക്ഷിയില്ലാത്ത ഒരാൾക്കൊപ്പം എനിക്കിനി യാത്ര ചെയ്യാൻ കഴിയില്ല. നീയുമായുള്ള കരാർ ഞാൻ റദ്ദാക്കി പോവുകയാണ്. നമുക്ക് പിരിയാം. ചീനു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. നീ പിണങ്ങണ്ട, പറയേ, ഞാൻ എന്ത് ചെയ്യണം? ലിയോയുടെ ചോദ്യത്തിന് ചീനു മറുപടി കൊടുത്തില്ല. ശരി, ഞാൻ ഗുഹയിലേക്ക് പോകുന്നു. പക്ഷെ ഒരു കാര്യം, ആ ഗുഹയിൽ അകപ്പെട്ടു പോയ ആൾ മരിച്ചു കഴിഞ്ഞെങ്കിൽ അയാളുടെ എല്ലാ ശക്തിയും ഞാൻ എടുക്കും. അത് പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. ലിയോ ഗുഹയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് കണ്ട് പല കൊമ്പുകളുള്ള ആ കാണ്ടാമൃഗം അലറി വിളിച്ചു. അല്പം ഭയത്തോടെ അവൻ അതിനടുത്തേക്ക് ചെന്നു. എന്നാൽ ലിയോയെ കണ്ടപ്പോൾ പരിചയമുള്ള ആളിനെ കണ്ടതുപോലെ കാണ്ടാമൃഗം കരച്ചിൽ നിർത്തി. അത് അവനോട് ചേർന്ന് അനുസരണയോടെ നിന്നു. ലിയോ മെല്ലെ ആ മൃഗത്തിനെ തലോടിയിട്ട് അതിനെ കെട്ടിയിരിക്കുന്ന കയർ മുറിച്ചുവിട്ടു. അതവനെ മുട്ടിയുരുമി നിന്ന് മെല്ലെ ആ ഗുഹയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു. സ്വർണ്ണ കവചം വരട്ടെ എന്ന് ഗുഹാമുഖത്തെത്തിയ ലിയോ പറഞ്ഞതും അവന്റെ ശരീരം സ്വർണത്താൽ പൊതിഞ്ഞു. ലിയോ ഒരു നെടുവീർപ്പോടെ വിഷജന്തുക്കൾ നിറഞ്ഞ നോറി ഗുഹയിലേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് കടന്ന ലിയോ മുന്നിലേക്ക് ചെല്ലുംതോറും ഇരുട്ടവനെ വിഴുങ്ങി. ആ ഇരുട്ടിൽ മൃഗങ്ങളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന് അവന് മനസ്സിലായി. എന്തൊരു ഇരുട്ടാണിത്, ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഒന്നും ഓർക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടു. എല്ലാം ആ ചീനു കാരണമാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി നോക്കണം. ഓരോന്നോർത്ത് വിഷമത്തോടെ അവൻ മുന്നിലേക്ക് നടന്നു. അല്പസമയത്തിനകം അവന്റെ കണ്ണുകൾ അകത്തെ ഇരുട്ടുമായി സമരസപ്പെട്ടു. അപ്പോഴാണ് ലിയോ ആ ശബ്ദം ശ്രദ്ധിച്ചത്. അവൻ താഴേക്ക് നോക്കി. ഇരുണ്ട നീല നിറമുള്ള അത്യാവശ്യം വലിപ്പമുള്ള മാരകമായ വിഷമുള്ള ഒരു തേള് അതവന്റെ കാലിലിരുന്ന് അതിന്റെ വാലുപയോഗിച്ച് കുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ സ്വർണ്ണ കവചം ധരിച്ചിരുന്നതിനാൽ ലിയോയ്ക്ക് അതിന്റെ കുത്തേറ്റില്ല. ലിയോ കുനിഞ്ഞ് അതിനെ വാലിൽ തൂക്കിയെടുത്ത് അവന്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അപ്പോഴും ആ ജന്തു അവനെ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ അവൻ കയ്യിലിട്ട് ചതച്ചു കൊന്നു. ശബ്ദം ഗുഹയിലാകെ മുഴങ്ങിക്കേട്ടു. അവൻ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്തോറും നേരത്തെ അവൻ കൊന്നതുപോലെയുള്ള തേളുകളെയും വേറെ പല തരത്തിലുള്ള വിഷജന്തുക്കളെയും കണ്ടു. നടക്കുന്ന വഴിയിലുണ്ടായിരുന്ന ചെറിയ വിഷജന്തുക്കളെയെല്ലാം അവൻ കാലുകൊണ്ട് ചവിട്ടിക്കൊന്നു. എതിർവശത്തുണ്ടായിരുന്ന പാറക്കെട്ടുകളിലൂടെ ഓടിക്കൊണ്ടിരുന്ന വിഷജന്തുക്കളെ അവൻ കൈകൊണ്ട് അടിച്ചു കൊന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ തേളുകളെ കൊല്ലാൻ ലിയോയ്ക്ക് വളരെ എളുപ്പമായിരുന്നു. സ്വർണ്ണ കവചം ഉള്ളതുകൊണ്ട് അവയുടെ കുത്തുകളൊന്നും അവൻ ഏറ്റതുമില്ല. അങ്ങനെ ഒരു മൂളിപ്പാട്ടും പാടി അവൻ തേളുകളെ അടിച്ചും ചവിട്ടിയും ചതച്ചരച്ചും രസം പിടിച്ചു വരികയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് വലിയ ഒരു ശബ്ദത്തോടെ ഒരു പറ്റം വിഷത്തേളുകളും മറ്റ് പല വിധത്തിലുള്ള വിഷജന്തുക്കളും ചേർന്ന് ആ മങ്ങിയ വെളിച്ചത്തിൽ കറുത്തൊരു നദി പോലെ അവന് നേർക്കൊഴുകിയെത്തിയത്. ലിയോ ഒട്ടൊരു പകപ്പോടെ മുന്നിലെ കാഴ്ച കണ്ട് പിന്നിലേക്ക് ചുവടുവെച്ചു.